മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഞാൻ അങ്ങനെ രണ്ട് ബ്ലൂടൂത്തുമായി വന്നിരിക്കുകയാണ് ഗായ്സ്. ഇതാരും കണ്ട് പേടിക്കേണ്ട, ഇത് ബ്ലൂടൂത്ത് ആണ്. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഗൈസ്. ആരും പേടിക്കാനും വേണ്ട, ഇത് കടിക്കുകയൊന്നുമില്ല. കണ്ട ഒരു മറ്റേ എട്ടുകാലിയൊക്കെ പോലെ ഇരിക്കുമെങ്കിലും സാധനം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതെനിക്ക് നമ്മളെ ഇവിടെ ദുബൈയിലെ ഗീക്കെ എന്ന് പറയുന്ന ഒരു സ്റ്റോറുണ്ട്. ഗെയിമിംഗ് മറ്റേ PC എല്ലാ ഗെയിമിംഗ് ഉദ്ദേശമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അല്ലാത്ത മറ്റേ മെറ്റാ ഗ്ലാസ് സകല സാധനങ്ങളും അവിടെ കിട്ടും. ഞാൻ മെറ്റാ ഗ്ലാസ് ഒക്കെ മേടിച്ച അവിടെ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജെറി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളിയാണ് എനിക്ക് ഈ സാധനം സെറ്റ് ചെയ്ത് തന്നത്. താങ്ക് യു ബ്രോ, ദിസ് ഇസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ബൈ ദ വേ. താങ്ക് യു അഗൈൻ. അടുത്തതും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഗൈസ്. കാണാൻ ലുട്ടാപ്പിയ പോലെ ഇരിക്കുമെങ്കിലും അണ്ണം വേറെ ലെവലാണ്. ബോസിന്റെ സൗണ്ട്ലിങ്ക് ഫ്ലെക്സ് ജനറേഷൻ 2 ആണ്, സെക്കൻഡ് ജനറേഷൻ. ഇത് പുതിയ സാധനമാണ്. ഇതിന്റെ ജനറേഷൻ 1 ഉണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നത് പോലെ ഐഫോൺ, ഐപാഡ് കോമ്പാറ്റിബിൾ, ആൻഡ്രോയിഡ് കോമ്പാറ്റിബിൾ, സ്പോട്ടിഫൈ റെഡി, അതേപോലെ സ്നാപ് ഡ്രാഗൺ സൗണ്ട്, അതായത് ആപ്റ്റെക്സ് സൗണ്ട് കോഡക്ക് ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഇതിന് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോർ ദ എവറി ഡേ വിത്ത് സൂപ്പർനോവ. ഇതിൻ്റെ പേര് ഗ്രേവ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിൻ്റെ കുറേ കിടിലം ഒരു ഫങ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചാർജറുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്. അങ്ങനത്തെ ഉള്ളവരെ അതേ ഒരു സ്റ്റൈലിൽ പിടിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്പെസിഫിക്കേഷനിൽ നമുക്ക് ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. 1 കിലോഗ്രാമിൻ്റെ അത്ര വെയിറ്റ് ഉണ്ടോ. 25 വാട്ടിൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. പവർ 3350 mAh ബാറ്ററി, ഒരു സ്പീക്കർ, ടൈപ്പ് സി കേബിള്, ഓക്സിലറി കേബിള്, ഹാങ്ങർ, എന്തിനെങ്കിലും ആവട്ടെ. ഓക്കെ, ഇതാണ് സാധനം. നമുക്ക് ഇതാദ്യം പൊട്ടിക്കാം ഗൈസ്. പൊട്ടിക്കാൻ അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് നമ്മുടെ മെന്നിയാണ് മേടിച്ചത് കേട്ടോ. മെന്നറ്റ് ആംസിലെ മെന്നിയാണ് എനിക്ക് ഈ സാധനം ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഗൈസ്. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച് അളിയ. ലവ് ദ ഗിഫ്റ്റ്. നീ ഇത് അയച്ചു തന്നുകൊണ്ട് എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റി. അത് വെച്ച് ഞാൻ ലാഭിക്കും. താങ്ക് യു ഡാ, താങ്ക് യു. ഇതിങ്ങനെ പൊളിക്കുന്നു, ഇതിങ്ങനെ ഇടക്കുന്നു, ഇതിങ്ങനെ മടക്കുന്നു. കാണാൻ മുട്ട ലുക്കാണ് കേട്ടോ. ഭയങ്കര ഒരു ഫങ്കി സാധനമാണ്. എന്തരടേ അത്? എന്തോ ഇവിടെ നമുക്ക് ടൈപ്പ് സി ടു ടൈപ്പ് എ ഒരു കേബിൾ വരുന്നുണ്ട്. ബുക്ക് ആൻഡ് പേപ്പർ. ഇതെന്തൊരു സാധനമാണ്? എന്തിനാവട്ടെ. അള്ള, ഇതാണ് ഐറ്റം. അടി സെറ്റ്, അടിപ്പുക്കറ്റി. ഇത് മണ്ടയിൽ എന്തോരോ വരും കേട്ടോ ഇതിൻ്റെ. പക്ഷെ കാണാൻ ലുക്കുണ്ട് കേട്ടോ. ഇതിൽ ലൈറ്റ് എത്തും ഗൈസ്. ഓക്സിലറി കേബിള്, ട്വിറ്റർ ഉണ്ട്. ട്വിറ്റർ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു ട്വിറ്റർ. കിടില ലുക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഏലിയൻ ലുക്ക്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ പോസ്, പ്ലേ, വോളിയം അപ്പ് ഡൗൺ ഒക്കെ മോളിൽ മണ്ടയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പക്ഷെ ഇതെന്തൊരു സാധനം എന്നാണ് മനസ്സിലാവാത്തത്. സ്ക്രൂവും ബേളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓ, ഇത്ര സില്ലി കാര്യമായിരുന്നോ? ഇതെടുത്ത് തന്നെ ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ സ്ക്രൂ എടുക്കുക, ഇതിലോട്ടങ്ങ് വെക്കുക, ഈ സ്ക്രൂ എടുക്കുക, ഇവിടെ വെക്കുക, എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക. ഓ, കൊല ലുക്ക്. ഹാങ്ങറാ. ഇത് മണ്ടയിൽ എന്തോരോ വരും കേട്ടോ ഇതിൻ്റെ. കൊല ലുക്ക്. ഒരു സ്ക്രൂ അഡീഷണൽ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം റെക്കോർഡിങ് എന്നല്ലേടേ. ഒരു ചാർജ് ഉണ്ടോ അവിടെ? എൻ്റെ അവച്ചേ, ഇത് കടിക്കൂ. ഓ, ബ്ലൂടൂത്ത് റെഡി ടു പെയർ ആണ്. മാഞ്ചനെ പേടിപ്പിക്കാനായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇവിടെ ടൈപ്പ് സിയുടെ ഇതും അപ്പുറത്ത് ഓക്സിലറി കുത്താനുള്ള സാധനവും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ മുത്തുമണി. ഇത് നടക്കുകയും കൂടെ ചെയ്യുമായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. റെഡി ടു പെയർ. ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യണോ? ഗ്രേവ് സ്റ്റാർ സൂപ്പർനോവ വന്ന് കേട്ടോ. ബ്ലൂടൂത്ത് 5.3 ആയതുകൊണ്ടേ പടപടയെന്ന് നമുക്ക് കയറും. തള്ളേ പല കളറൊക്കെ കത്തൂടാ. ഇത് ഈ സാധനം കൊള്ളാം കേട്ടോ. അല്ലേ ജീവി സ്റ്റാർ എന്ന് വേണം അതിന് പേരിടേണ്ടിയിരുന്നത്. ഗ്രേവ് സ്റ്റാറിനെ കാട്ടിൽ ജീവി സ്റ്റാറിന് ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. നോ കോപ്പിറൈറ്റ് പാട്ടേ നമുക്കിവിടെ ഇടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും യാതൊരു ഇതുമില്ല. മാക്സിമം വോളിയം. ഇതാണ് ഒരു സ്വീറ്റ് സ്പോട്ട്. ലൈറ്റ് നമുക്ക് ഓണും ഓഫും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ
പരിപാടിയില്ല. ഞാൻ വിചാരിച്ചു പല പല കളർ നമ്മൾ ഇതിനനുസരിച്ച് ബ്രീത്തിങ് മറ്റത് മറിച്ചതൊക്കെ വരുമെന്ന്. പക്ഷേ എന്തായാലും കൊള്ളാം കേട്ടോ, മുട്ട ലുക്ക് കൊള്ളാം. എന്തായാലും സാധനം നല്ല രസമുണ്ട്. നമ്മൾക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടന്നൊക്കെ വരും. നടന്ന് വന്നില്ലെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് റോബോട്ടൊക്കെ ഇങ്ങനെ അയ്യ സെറ്റ് സാധനം സൂപ്പർ നോവ. എന്തിനാണെങ്കിലും പോളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഐറ്റം മൗണ്ടഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് നടുക്ക് നേരെ പേടിപ്പിക്കാതടായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദുബൈക്കാർക്ക് വേണമെങ്കിൽ ഗീക്കയിൽ പോവാം. ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അറിയില്ല ഉണ്ണി, എന്താണെന്ന് അറിയില്ല. ഇത് അണ്ണ ഇവിടെ ഇരിക്കട്ടെ. നിനക്ക് കൂട്ട് വന്നിട്ടുണ്ട് കേട്ടാ, നീ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് കരയരുത്. അപ്പോൾ എന്തായാലും ഓക്സിലറി കേബിളും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ഹൈ റെസൊല്യൂഷൻ സൗണ്ടിൽ തന്നെ നമുക്ക് സാധനം ഡയറക്റ്റ് കേൾക്കാനും പറ്റും. വിത്ത് കണക്ടിങ് ദിസ് ടു ദ 3.5 mm ജാക്ക്. യു ക്യാൻ ഹിയർ നൈസ് മ്യൂസിക് ഗൈസ്. ഇനി നമുക്ക് മെന്നി തന്ന സാധനത്തിൽ നമുക്ക് ഇതൊന്നും വേണ്ട. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കീറിയാണോ ആയിവാ. ഇത് പൊളപ്പം സാധനമാണ്. ഈ സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 15,000-16,000 രൂപ വില വരുന്ന സാധനമാണ്. ഒരേ സമയത്ത് രണ്ട് ഇതേപോലത്തെ ഒരെണ്ണം കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സൗണ്ട് ആയിട്ടൊക്കെ ഈ സാധനം പെയർ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ മറ്റേ JBL എല്ലാത്തിലും ഉള്ളത് തന്നെ. പക്ഷേ സൗണ്ട് സിഗ്നേച്ചർ കിടിലമാണ്, ബോസാണ്, അറിയാമല്ലോ. സോ അതിൻ്റേതായ ഒരു ഗുമ്മിനെസ് കാണും ഗൈസ്. കോമ്പാറ്റബിൾ വിത്ത് ഐഫോൺ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആപ്പുണ്ട്. ആ ആപ്പ് അറിയാമല്ലോ, നമ്മുടെ മറ്റേ ഹെഡ്സെറ്റിലുള്ള സെയിം ആപ്പാണ്. ഇങ്ങനെ തുറക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ പൊളിക്കുന്നു. മനോഹരമായ ഒരു വെള്ള പേപ്പർ. യെസ്, ബാസ്, മൊട്ടബാസ് അല്ല, മൊട്ടബോസ് അല്ല, സ്പീക്കർ ബാസ്. ഇത് നിങ്ങൾ ഔട്ട്ഡോർ സ്പീക്കർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗൈസ്. വളരെ Type-C ചാർജർ. ഓക്കെ, ഇത് തന്നെ സാധനം IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ആൻഡ് നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി, നല്ല രസമുണ്ട് കേട്ടോ. സോപ്പ്, വലിയൊരു സോപ്പ്, ചന്ദ്രിക സോപ്പ് പിടിച്ചേക്കണ പോലത്തെ ഒരു കട്ട ഫീലടെ. എന്താ ബാറ്ററി ഇല്ലേ, എന്താ ചാർജ് ഇല്ലാതെ അയച്ചു തന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ അവന്മാർ തരണത് ഈ ഒരു ഫിനാഗ്ലി മാത്രമാണ് ഗൈസ്. വെരി അൺഫോർച്ചുനേറ്റ്. വി ഓൺലി ഹാവ് എ Type-A to Type-C കേബിൾ ടു ചാർജ് ദിസ് ഐറ്റം. ഇതിൽ നമുക്ക് ഹെഡ്ഫോൺസ് ജാക്ക് കുത്താനുള്ള സ്ഥലമൊന്നുമില്ല. ഓൺലി ഇറ്റ്സ് എ പ്യുവർലി എ ബ്ലൂടൂത്ത് സ്പീക്കർ. GV സ്പീക്കറിൽ നമുക്ക് ഹെഡ്ഫോൺസ് ജാക്കും മറ്റേത് ഓക്സിലറി കേബിളും കുത്താം. സോ അതൊരു വലിയ പോസിറ്റീവ് പരിപാടിയാണ്. ഇത് നമ്മളെ ബാഗിലൊക്കെ എവിടെയെങ്കിലും തൂക്കിയിടാനൊക്കെ ഇതിങ്ങനെ അതന്നെയാണ് ഈ സാധനം വെച്ചേക്കണത്. എന്തിനാണ് ഇത് പുല്ലിൽ ചാർജ് ഇല്ലടാ, ഞാൻ ചാർജ് ചെയ്തിട്ട് വരട്ടെ പണ്ടാരം. എടേ മുട്ടം കോമഡി ആട്ടെ, ഇതൊന്ന് ചാർജ് കുത്തിയപ്പോൾ അതിൽ അവർ പറയുന്നത് 30% ബാറ്ററിൻ്റെ അകത്തുണ്ടെന്ന്. പിന്നെ എന്തുവാ പിന്നെയാണ് ഞാൻ എടുത്തിട്ടത്. എന്തായാലും ബോസിൻ്റെ ആപ്പ് എൻ്റെ ഈ ഫോണിൽ കിടപ്പുണ്ട്. തള്ളേ ബോസ് ജസ്റ്റ് ബ്ലൂടൂത്ത് 5.3 ആണെന്നാണ് ഷടപടയെന്ന് തന്നെ സാധനം വന്നിരിക്കുകയാണ് പെയർ ചെയ്യാനായിട്ട്. ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ട് ഉണ്ട് ഗൈസ്. ഡിവൈസ് സെറ്റപ്പ് ആണെന്നോ നിങ്ങൾ തന്നെ പറഞ്ഞാൽ നിങ്ങൾ സെറ്റപ്പ് ആണെന്നു. പിന്നെ ഇതിൽ മൈക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോൺ കോൾ വരികയാണെങ്കിലും ഹലോ ജാവടാ എന്താടാ സുഖമല്ലടാ എന്നൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് ഇത് ഞാൻ പറയല്ലേ, വല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെക്കുക, കക്കൂസി വെക്കുക. പിന്നെ നിങ്ങൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വല്ല ഊപ്പാടൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം. ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം. പുറത്ത് എവിടെയെങ്കിലും തെണ്ടിത്തിരിയാൻ പോവുകയാണെങ്കിൽ, കൂട്ടുകാരുമായിട്ട് പോവുകയാണെങ്കിൽ വല്ല ട്രിപ്പൊക്കെ അടിക്കുന്ന സമയത്ത് ബാഗിൽ തൂക്കിയിട്ടിട്ട് പാട്ടും കേട്ടോണ്ട് പോവാം, നാട്ടുകാരെ വെറുപ്പിക്കാനായിട്ട്. ദൈവത്തിനോർത്ത് അത് ചെയ്യില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ KSRTC ബസ് ഇരുന്ന് പാട്ട് കേൾക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നിങ്ങൾ കേട്ടോ, അതിന് വേണ്ടിയാണ് നമ്മൾ TWS അല്ലെങ്കിൽ ഹെഡ്സെറ്റ് തുടങ്ങിയ സാധനങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ചെയ്ത് വെറുപ്പിക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മറ്റേ ജാളിക്കൊക്കെ പോണ സമയത്തെ വല്ല മഞ്ഞുമൽ ബോയ്സിൽ മറ്റേ ഗുണ കേവ്സിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ ഈ സാധനം ഗുണകരമാണ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയാനില്ല കേട്ടോ, ചുമ്മാ പറയിപ്പിക്കില്ല. നെയിം ഇറ്റ്. ഇതിന് സത്യം പറഞ്ഞാൽ ബോസ് നിങ്ങൾക്ക് തരുന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾ മേടിക്കുന്ന ഹെഡ്സെറ്റ് ഇതുപോലെ ബ്ലൂടൂത്ത് സ്പീക്കറിന് നിങ്ങൾക്ക് ചില പേരിടാം. അവരെന്നെ കുറച്ച് ചില പേരിട്ടിട്ടുണ്ട്. ബേസ് ബഗ്ഗി, ഡെസ്ക്ടോപ്പ് ഡൈനാമോ, കിട്ടില്ല, വെറൈറ്റി പേരുകളാണ്. മിഡ് നൈറ്റ് മൂഡാ എടാ കള്ളാ. നൊമാഡിക് ബീറ്റ്സ്, പിൻഡ് സൈസ് പാർട്ടി, പിച്ച് പേഴ്സാ അയ്യ പോക്കറ്റ് പവർ. അത് എന്തിനെങ്കിലൊക്കെ ആവട്ടെ. റോക്ക് ബ്ലോക്ക്, ടൈനി ട്യൂട്സ്, ട്യൂൺ ട്യൂട്സ്, അല്ലെങ്കിൽ സാധാ പേര് ബോസ് ഫ്ലെക്സ് 2 സൗണ്ട് ലിങ്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. വല്ല തങ്കപ്പൻ എന്നാ, സുധീഷ് എന്നാ, കൃഷ്ണൻകുട്ടി എന്നാ, മുഹമ്മദ് കുട്ടി എന്നാ, ഇബ്രാഹിം കുട്ടി എന്നാ, ക്രിസ്റ്റഫർ എന്നാ, എന്ത് വേണമെങ്കിലും ഇടാം.
സൃഷ്ടദുന്യൻ എന്ന് വേണമെങ്കിൽ ഇടാം. നമുക്ക് എന്ത് പേരിടാം? രമണൻ. ഐ വാസ് സെറ്റ്. ചെറിയ സൈസ് ആണെങ്കിലും ഉണ്ടല്ലേ, പിച്ചച്ചട്ടിയാണ്. എന്തിനായിരുന്നു? പിച്ചച്ചട്ടി. എന്നിട്ട് പേരൊക്കെ ഞാൻ മറന്നു കേട്ടാ. സാധനോളിയോ മോനെടാ, എന്നെ നോക്കിയിട്ട് പാടറാ. മോനെ സാധനം ചെറുതാണെങ്കിലും ഉണ്ടല്ലോ, വേറെ ലെവൽ ഐറ്റം. ഓ വാ, ബ്യൂട്ടിഫുൾ. വാട്ട് എ നൈസ് സൗണ്ട്. മോനെ അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടാ നീ കൊള്ളാം കേട്ടോ, ചെറുതാണെങ്കിലും അണ്ണ ചുമ്മാ 15,000 ബോസടാ, മൊട്ട ബോസ്. ഇതിൽ സ്നാപ് ഡ്രാഗൺ സൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ മറ്റേ സ്നാപ് ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോണുകളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി ആപ്റ്റെക്സ് HDO എന്തോ ആണ്, ഇത് ഏതാണ് സൗണ്ട് എന്ന് കൊടുത്തിട്ടില്ല, ആപ്റ്റെക്സ് അഡാപ്റ്റീവോ എന്തൊക്കെ ആയിരിക്കും. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ബ്ലൂടൂത്ത് കോഡക്കിൻ്റെ, അതായത് പ്രോപ്പർ ഹൈ റെസൊല്യൂഷൻ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇത് ഞാൻ പറയാം, ഈ സാധനം കേട്ടാണല്ലോ, ഇപ്പം നമ്മളെ കയ്യിൽ ഒരു iPad ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആ സെയിം പാട്ടാണ് നിങ്ങളെ കയ്യിൽ ലാപ്ടോപ്പാണ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ലാപ്ടോപ്പുകളിൽ തന്നെ ഏറ്റവും നല്ല സൗണ്ട് തരുന്ന ലാപ്ടോപ്പ് ഏതെന്നുള്ള ചോദ്യത്തിനുള്ള വൺ ഓഫ് ദ ഉത്തരം ഇതാണ്, അതായത് മാക്ബുക്ക് പ്രോ. ഐ നോ യുവർ ഡൈഡ്. അപ്പം നമ്മളൊന്നും ചെയ്യില്ല, നമ്മളുടെ വേറെ ലാപ്ടോപ്പ് ഉണ്ട്. ഇതും സെയിം സാധനത്തിൻ്റെ M4 Pro ആണ്. നമുക്ക് ഇതിൻ്റെ ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? പക്ഷേ നിങ്ങൾ ഈ സാധനം ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ബീറ്റ് വരുന്നത് മനസ്സിലായോ മകനെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്? ഇത് TV-യിലൊന്നും കണക്ട് ചെയ്തത് ദൈവത്തിന് ഓർത്തിട്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ. ലാപ്ടോപ്പ് ഉള്ളവരോ iPad യൂസ് ചെയ്യുന്നവർക്കൊക്കെയോ കുറച്ചും കൂടെ നല്ല രീതിയിൽ സിനിമ കാണണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഓപ്ഷൻ. സൗണ്ട് ലിങ്ക് ഫ്ലെക്സ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, അത് വില കുറവാണ്, പക്ഷെ അത് എടുക്കരുത്. ഈ ഒരു വോളിയത്തിലാണ് പാട്ട് കേൾക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 12 മണിക്കൂർ കിട്ടും. നിങ്ങൾ ഹൈ വോളിയത്തിൽ ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 6-5 മണിക്കൂറേ കിട്ടത്തുള്ളൂ. സൗണ്ട് ക്ലാരിറ്റി പക്ഷേ എണ്ണം കൊള്ളാം. അതേപോലെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ EQ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ബേസിക് ആയിട്ടുള്ള EQ തന്നെ നൈസാണ്, നല്ല സൗണ്ട് സിഗ്നേച്ചറാണ്, കൊള്ളാം. ഇവിടെ ഒരു സർക്കിൾ സാധനം കണ്ട, അതൊരു ഷോർട്ട് കട്ട് ബട്ടണാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കിതിനെ വോയിസ് അസിസ്റ്റൻറ്റ്, അതായത് മറ്റേ സിറി അല്ലെങ്കിൽ ജെമിനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സാധനം നിൽക്കുമ്പോൾ വരാൻ വേണ്ടി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സ്പീക്കർ, അതായത് ഇതേ സെയിം സ്പീക്കർ, ഇത് തന്നെ ബോസിൻ്റെ സൗണ്ട് ബാറോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരെണ്ണം കൂടെ മേടിക്കുകയോ അല്ലെങ്കിൽ ബോസിൻ്റെ തന്നെ വേറെ സ്പീക്കർ റേഞ്ചസിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് കേൾക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് നെക്കിക്കഴിഞ്ഞാൽ സ്പോട്ടിഫൈ ചാടി വരണ ഒരു പരിപാടിയുണ്ട്. എന്തിനാ സ്പോട്ടിഫൈ മാത്രമേ ഉള്ള ആടായി? ആപ്പിൾ TV എവിടെ? ആമസോൺ മ്യൂസിക് എവിടെ? യൂട്യൂബ് മ്യൂസിക് എവിടെ? ഇതെന്തോന്നു സ്പോട്ടിഫൈ മാത്രം? മശമായി പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ബട്ടൺ നിൽക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിഫൈ ചാടി വന്ന സെറ്റപ്പിൽ ഈ ഷോർട്ട് കട്ട് ബട്ടണിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. അപ്പോൾ അതാണ് IPX റേറ്റിംഗ് ഒക്കെ ഉണ്ട്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്. അങ്ങനെ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ചെയ്യാം. വെള്ളത്തിൽ മുക്കുക, കൊല വിളിക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. എന്തിനാണെങ്കിലും സാധനം പൊളിയടൈ. ഫോർ ദ ചുള്ളൂട്ടാപ്പി സാധനം ദിസ് ഈസ് വെരി നൈസ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കേട്ടത് ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. നമുക്ക് കുറച്ചും കൂടെ ജില്ല് സാധനങ്ങളൊക്കെ കേട്ടാൽ അടിപൊളിയായിരിക്കും. 15-16 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വേണമെങ്കിൽ മേടിക്കാം, വേണ്ടാത്തവർക്ക് മേടിക്കാതിരിക്കാം. എന്തായാലും എനിക്കിത് നമ്മുടെ മെന്നി എനിക്ക് തന്നെയാണ്. താങ്ക് യു അളിയ, താങ്ക് യു ഫോർ ദിസ് അമേസിങ് കിടുക്കാച്ചി ഗിഫ്റ്റ് ബോസിൻ്റെ. അതേപോലെ നമ്മുടെ GV സ്പീക്കറും അവിടെ ഉണ്ട്. GV സ്പീക്കർ ദുബായിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഫങ്കി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സൈഫൈ ലവേഴ്സൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം മേടിച്ചിട്ട് അതൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗൈസ്. സോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ ബിലോ. മസ്റ്റായിട്ട് അത് രണ്ടും ചെയ്യടേ, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യടേ. ഞാൻ പോവാണ്. ബൈ.